ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് പ്രോ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എങ്ങനെ ഒരു 3 കോർ LD അലുമിനിയം കേബിൾ ലെഗ് ചെയ്യാം. ഇതിനാവശ്യമായ മെറ്റീരിയൽസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി അലുമിനിയം കേബിളിൻ്റെ അതേ സ്ക്വയർ MM-ലുള്ള ഒരു അലുമിനിയം ലെഗാണ്. ഒരു പാനലിലേക്ക് ഗ്ലാൻഡ് ചെയ്ത ഒരു കേബിളിനെ എങ്ങനെ ലഗ് ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ ഫസ്റ്റ്ലി കേബിൾ ലെഗ് ചെയ്യുന്നതിനായിട്ട് ഗ്ലാൻഡ് ചെയ്ത് കഴിഞ്ഞ അലുമിനിയം കേബിളിൻ്റെ ഇന്നർ ഷീത്ത് റിമൂവ് ചെയ്യണം. എങ്ങനെ ഒരു കേബിളിനെ ഗ്ലാൻഡ് ചെയ്യാം എന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഒരു പാനലിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ മോസ്റ്റ്ലി ഈ കേബിൾ ഗ്ലാൻഡ് ചെയ്തിരിക്കുക. സോ അതിനെ ലെഗ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ 3 കോർ കേബിളുകളും നമുക്ക് ലെഗ് ചെയ്യാൻ സൗകര്യപ്രദമായ ഒരു പൊസിഷനിലേക്ക്, അതായത് പാനലിൻ്റെ വെളിയിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൗകര്യപ്രദമായി നിന്ന് ക്രിമ്പിങ് ചെയ്യാനായിട്ട് സഹായമാകാം. നമ്മളിനി ആ കേബിളിൻ്റെ ആദ്യത്തെ ഒരു കോറ് ലെഗ് ചെയ്യാൻ പോവുകയാണ്. സോ അതിനായിട്ട് നമുക്ക് റിക്വയർഡ് സൈസിലുള്ള ഒരു അലുമിനിയം ലെഗ് നമ്മൾ എടുക്കണം. ഈ കേബിൾ ലെഗിൽ അലുമിനിയം കേബിളിൻ്റെ കണ്ടക്ടേഴ്സിനെ ഇൻസേർട്ട് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കണ്ടക്ടർ സോക്കറ്റ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ അലുമിനിയം കോർ കേബിളിൽ ലെഗിൻ്റെ കണ്ടക്ടർ സോക്കറ്റിൻ്റെ അതേ ലെങ്തിൽ നമ്മൾ ഈ കേബിളിൽ ഇൻസുലേഷൻ റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ടക്ടർ സോക്കറ്റിൻ്റെ അതേ ലെങ്തിലായിരിക്കണം നമ്മൾ ഇൻസുലേഷൻ റിമൂവ് ചെയ്യേണ്ടത്. ഈ ലെഗിലേക്ക് കേബിൾ കണ്ടക്ടേഴ്സിനെ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ലെഗിന് വെളിയിൽ കണ്ടക്ടേഴ്സ് ഒന്നും കാണുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് ലെഗ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഇൻസുലേഷനോട് അടുത്തായിരിക്കണം. അത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇനി നമ്മൾ മൂർച്ചയുള്ള ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ലെഗിൻ്റെ കണ്ടക്ടർ സോക്കറ്റിൻ്റെ അതേ ലെങ്തിൽ കേബിളിന് ചുറ്റും നമ്മളൊന്ന് കട്ട് ചെയ്യണം. എന്നാൽ ഈ ഇൻസുലേഷൻ റിമൂവ് ചെയ്യുന്നതിന് മുൻപ് ഒരു ചുറ്റിക ഉപയോഗിച്ച് ആ അലുമിനിയം കണ്ടക്ടേഴ്സിനെ ഒന്ന് അടിച്ച് ഷേപ്പ് വരുത്തുന്നത് ലെഗ് എളുപ്പത്തിൽ ചെയ്യാൻ നമ്മളെ സഹായിക്കും. ഇനി ഈ ഇൻസുലേഷൻ കട്ട് ചെയ്ത് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ ആ കണ്ടക്ടേഴ്സ് ലെഗിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ശേഷം ഒരു ചുറ്റികയോ മറ്റും ഉപയോഗിച്ചിട്ട് ഈ ലെഗിൻ്റെ സോക്കറ്റിലേക്ക് മാക്സിമം നമ്മൾ കണ്ടക്ടേഴ്സിനെ ഉൾക്കൊള്ളിക്കുക. ക്രിമ്പ് ചെയ്യുമ്പോൾ എപ്പോഴും 3 കോറും ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും നമുക്കെപ്പോഴും സഹായമാകുന്നത്. സോ അതിനായി ബാക്കിയുള്ള 2 കോറുകൾ കൂടി ലെഗ് ഇൻസേർട്ട് ചെയ്ത് വെക്കുക.
ഈ ക്രിമ്പ് ചെയ്യുന്നതിന് മുൻപായി നമ്മൾ ഈ കേബിളുകൾ ബോൾട്ട് ചെയ്യേണ്ട ടെർമിനലിലോട് ചേർത്ത് വെച്ച് നോക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ചില ലെഗുകൾ കേബിൾ ബോൾട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പൊസിഷനിൽ നിന്ന് മാറിയിരിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെയുള്ള ലെഗുകൾ ഉണ്ടെങ്കിൽ ഈ ലെഗുകളെ നമുക്ക് ബോൾട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ക്രിമ്പിംഗ് ടൂളും ഡൈയും ഉപയോഗിച്ചിട്ട് ഈ 3 ലെഗുകളും നമുക്ക് ക്രിമ്പ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ലെഗ് മാക്സിമം പ്രസ് ആയിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്താം. ഇനി നമുക്ക് ഈ ലെഗിൽ ക്രിമ്പ് ചെയ്ത പോർഷൻ ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ചിട്ടൊന്ന് ചുറ്റാം. ഇങ്ങനെ ചുറ്റുമ്പോൾ കോർ കേബിളിൻ്റെ അതേ RYB സീക്വൻസിലുള്ള ടേപ്പുകൾ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.